3 വയസ്സ് വരെ അമ്മ ചെയ്ത ദോഷം, പിന്നെ ഒരു 3 വയസ്സ് അച്ഛൻ ചെയ്ത ദോഷം, പിന്നെ അമ്മാവൻ ചെയ്ത ദോഷം, പിന്നെ താൻ ചെയ്ത ദോഷം. ഇങ്ങനെ 12 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഇയാൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ മാത്രം ജാതകം എഴുതിയാൽ മതി എന്നുള്ള തരത്തിൽ അതങ്ങനെ പോകുന്നു. അതൊരു നോഷനാണ്. അതായത് കുട്ടിയുടെ ദോഷത്തിന് അമ്മ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, കുട്ടിയുടെ ഇൻവോൾവ്മെന്റ് വേണം. നക്ഷത്ര ദോഷവും പരിഹാരവും സാർ, ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടോ? അതായത് ഒരു ഫിയർ ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ അതിൻ്റെ പരിഹാരം ഇതാണ്, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല കാലമാണെന്നൊക്കെ പറഞ്ഞു. സാർ എന്തെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടൊരു ദോഷം ആ വ്യക്തിയെ പറയാൻ വയ്യ. അത് ഒരു ചെറിയൊരു പാർട്ട് ആ സമയത്തുള്ള ജനനം കൊണ്ട് അമ്മയ്ക്കോ അച്ഛനോ ദോഷമുണ്ടായതായിട്ട് കാണാം, സൂചനയാണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂചനയാണ്, അത് കാരണമല്ല. അതായത് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു, ആ കാരണം കൊണ്ട് അച്ഛന് ദോഷമാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊന്ന കഥ കേരളത്തിലുണ്ട്. ആ കുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അച്ഛന് ഗുണം പിടിയില്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്, ഒരിക്കലും പറയാൻ തന്നെ പാടില്ല. പിന്നെ ഒരു കുട്ടി ജനിച്ചിട്ട് വലിയ താമസമില്ലാണ്ട് അച്ഛൻ മരിച്ചു എന്നിരിക്കട്ടെ, അച്ഛൻ്റെ ആയുസ് അവിടെ അവസാനിക്കുന്നതുകൊണ്ടാണ് മരിക്കുന്നത്, മറ്റേ കുട്ടി ജനിച്ചുകൊണ്ടല്ല. പക്ഷേ ആ കുട്ടിയുടെ ജനനം അങ്ങനെ ഒരു മോശമായിട്ടുള്ള അച്ഛൻ്റെ മരണത്തെ സൂചിപ്പിക്കാം. ആ കുട്ടിയുടെ ജാതകത്തിൽ അത് നമുക്ക് റീഡ് ഔട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, കാരണമല്ല. പക്ഷേ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ ജാതകം എഴുതുകയും അത് റീഡ് ചെയ്യാൻ ഈ വ്യക്തി യാദൃച്ഛികമാണത്. യാദൃച്ഛികമായിട്ട് ആ സമയത്ത് മരിക്കാനിടയായാൽ ആ കുട്ടി ജനിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അമ്പേ തെറ്റാണ്. ആ കുട്ടിയെ കൂടി നമ്മൾ വളരെ മോശമായിട്ട് പിന്നെ പെരുമാറുകയാണ് കുട്ടിയോട്, തെറ്റാണത്. അങ്ങനെയല്ല. പിന്നെ ആ കുട്ടിയുടെ ജാതകത്തിൽ നോക്കിയാൽ അച്ഛൻ്റെ സ്നേഹവാത്സ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമില്ല എന്ന് നമുക്ക് റീഡ് ചെയ്യാം. കുട്ടിയുടെ ദോഷമല്ല, അത് പൂർവ്വജന്മം. സാറേ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് കണക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ഒരു വർഷത്തിനകത്തോ 2 വർഷത്തിനകത്തോ വെച്ചോ ഒരു പിതാവ് മരണപ്പെട്ടു പോകുന്നു. കുട്ടി ജനിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാരും ജാതകം എഴുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ഏത് വയസ്സിന് മുൻപ് ജാതകം എഴുതിയാൽ ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനൊരു സംഭവം? അപ്പം വെൽ പ്രിപ്പയർഡ് ആവും. അത് പറഞ്ഞുതരാം. മുൻപ് ജാതകം എഴുതുന്നത് 12 വയസ്സിന് ശേഷം മാത്രമേ പതിവുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഓരോ ഉറപ്പുമില്ല കുട്ടി 12 വയസ്സ് വരെ എത്തുന്നുള്ളത്. പഴയ കാലത്ത് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. ഇന്ന് മോഡേൺ ചികിത്സയും പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷം കുട്ടികൾ മരണപ്പെടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ജാതകം തയ്യാറാക്കാൻ പറ്റും. അത് 90 ദിവസം എത്തുമ്പോൾ അത് വായിച്ച് പിന്നെ സമ്മാനങ്ങൾ വാങ്ങിയിട്ട് പോകുന്ന ജ്യോത്സ്യന്മാരും കാണാം, സദ്യ കൊണ്ടിട്ട് പോകുന്നവരും കാണാം. അപ്പോൾ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആയിരുന്നത് കൊണ്ട് 12 വയസ്സ് കഴിഞ്ഞിട്ട് ബാക്കിയായിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് എഴുതിയാൽ മതി എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ ഒരു പിന്നെ 3 വയസ്സ് വരെ പിന്നെ അമ്മ ചെയ്ത ദോഷം, പിന്നെ ഒരു 3 വയസ്സ് അച്ഛൻ ചെയ്ത ദോഷം, പിന്നെ അമ്മാവൻ ചെയ്ത ദോഷം, പിന്നെ താൻ ചെയ്ത ദോഷം. ഇങ്ങനെ 12 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഇയാൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ മാത്രം ജാതകം എഴുതിയാൽ മതി എന്നുള്ള തരത്തിൽ അതങ്ങനെ പോകുന്നു. അതൊരു നോഷനാണ്. എന്തേ പറഞ്ഞുകൂടൂ. ശരിക്ക് പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ആരും നോക്കാറില്ല. ജനിച്ച ഉടനെ തന്നെ ഇതൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇന്നിപ്പോൾ അങ്ങനെ ഭയപ്പെടാനുമില്ല. അപ്പോൾ ഈ നക്ഷത്രദോഷവും പരിഹാരവും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നക്ഷത്രദോഷം വന്ന് പറയാനേ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നക്ഷത്രങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. മനസ്സിലായില്ല. നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു 13 ഡിഗ്രി 20 മിനിറ്റ് മെഷർമെൻ്റ് ഓഫ് സ്പേസ് ആണ്. ഓരോ രാശിയിലും 13 ഡിഗ്രി 20 മിനിറ്റാണ് ഒരു നക്ഷത്രത്തിൻ്റെ സ്പേസ്. അപ്പോൾ ആ നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതാണ് അതിൻ്റെ എഫക്റ്റ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചന്ദ്രൻ്റെ സ്ഥാനമാണ് ഇയാളുടെ ജന്മനക്ഷത്രം. ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ അതാണ് ഇയാളുടെ ജന്മനക്ഷത്രം. അപ്പം ചന്ദ്രൻ്റെ എഫക്റ്റ്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് ചന്ദ്രനെ നോക്കിയാൽ ഇയാളെ പറ്റിയിട്ടെല്ലാം പറയാം എന്നുള്ള തരത്തിലാണ് ഇത് പറയുന്നത്.
അപ്പോൾ ദോഷമുണ്ടെങ്കിൽ ദോഷപരിഹാരം നമ്മൾ സാധാരണ നിശ്ചയിക്കും. ആ നിശ്ചയം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് ഏത് നിൽക്കുന്ന നക്ഷത്രാധിപൻ ആരാണോ അതിന് ദേവതാ സങ്കല്പമുണ്ട്. ദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ സൂര്യനാണെങ്കിൽ പൊതുവെ ശിവനാണ് സൂര്യനെ കൊണ്ട്. ആ സൂര്യൻ തന്നെ 3 ദ്രേക്കാണത്തിൽ 3 തരത്തിലാണ്. ആദ്യ ദ്രേക്കാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഇരട്ടരാശി അല്ല പിന്നെ ഡ്യുവൽ സൈൻ ഇരട്ടരാശിയിൽ നിൽക്കുന്നതാണെങ്കിൽ ആദ്യത്തെ ദ്രേക്കാണത്തിലാണെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യനാണ്. മധ്യദ്രേക്കാണത്തിലാണെങ്കിൽ അത് ഗണപതിയാണ്, ബാക്കി ശിവനാണ്. മറ്റ് എല്ലാ സ്ഥാനങ്ങളിലും സൂര്യനെ കൊണ്ട് ശിവനെയാണ് പറയുക. ചന്ദ്രനെ കൊണ്ട് ഭഗവതിയാണ് ജനറലി. പക്ഷേ ക്ഷീണചന്ദ്രൻ ഭദ്രകാളിയാണ്. ബലഹീനനായ ചന്ദ്രൻ പിന്നെ ഭദ്രകാളിയും ബലവാനായ ചന്ദ്രൻ ഭഗവതിയാണ്. അപ്പോൾ അതായത് കറുത്ത പക്ഷത്തിൽ പിന്നെ അതായത് വെളുത്ത പക്ഷത്തിൽ പിന്നെ ചന്ദ്രന് ബലം വരുന്നത് അഷ്ടമി മുതൽക്ക് മാത്രമാണ്. അപ്പോൾ വെളുത്ത അഷ്ടമി മുതൽ കറുത്ത അഷ്ടമി വരെ ചന്ദ്രന് ബലമുണ്ട്. വെളുത്ത അഷ്ടമി മുതൽ കറുത്ത അഷ്ടമി വരെയുള്ള 15 ദിവസം ഉണ്ടല്ലോ, ആ ചന്ദ്രന് ബലമുള്ള ചന്ദ്രനാണ്, അത് ഭഗവതിയാണ്. അതിന് ശേഷമുള്ള പിന്നെ ചന്ദ്രൻ അതായത് കറുത്ത അഷ്ടമി മുതൽ വെളുത്ത അഷ്ടമി വരെ ചന്ദ്രന് ബലമില്ല. വെച്ചാൽ കറുത്ത അഷ്ടമി മുതൽ അങ്ങനെ വന്ന് വാവായി കഴിഞ്ഞാൽ ചന്ദ്രൻ ഇല്ല. പിന്നെ പക്ഷബലം വെച്ച് വന്ന് അഷ്ടമി ആകുമ്പോഴേക്ക് പൂർണ്ണബലമാവുന്നു. അങ്ങനെയാണ് സങ്കല്പം. അപ്പം ചന്ദ്രനെ കൊണ്ട് ഭഗവതി. കുജൻ സുബ്രഹ്മണ്യനാണ്. പക്ഷേ കുജൻ നിൽക്കുന്ന രാശിക്കനുസരിച്ചിട്ട് ഭഗവതിയാവും, ഭദ്രകാളിയാവും, പിന്നെ രക്തേശ്വരിയാവും. അങ്ങനെ ആ ഭാവത്തിന് അത് നമ്മൾ ആ ജാതകത്തിൽ നിൽക്കുന്ന സ്ഥാനം നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. അപ്പോൾ ഈ നക്ഷത്ര ദോഷവും പരിഹാരവും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം നക്ഷത്രത്തിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ആ സെയിം ടൈമിൽ ഒരു ദശാബലം നോക്കുന്ന സമയത്ത് ഏറ്റവും മോശമായ ദശയാണെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ ശനിദശ. ശനിദശ എല്ലാവർക്കും മോശം വരണമെന്നില്ല, വരില്ല. ശനിക്ക് വേറെ എന്തെങ്കിലും ഒരു അപഹാരമുണ്ടെങ്കിൽ ഈ ഇവിടെ കൊടുത്തേക്കുന്ന ബലത്തിന് കുറവുണ്ടാകുമോ സാർ? വീണ്ടും വേറെ പരിഹാരം ചെയ്യണോ ദശാബലം? അതായത് അങ്ങനെയല്ല, ദശാകാലത്ത് പരിഹാരം ചെയ്യുന്നത് ഏത് ഗ്രഹത്തിൻ്റെ അപഹാരമാണോ ആ ഗ്രഹം അഡ്വേഴ്സായിട്ടുള്ള സ്ഥാനത്താണോ നിൽക്കുന്നത്, അതുപോലെ അതിൻ്റെ ബലാബലം നോക്കിയിട്ടാണ് പരിഹാരം ചെയ്യുന്നത്. അപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ അപഹാരമാണോ ആ ഗ്രഹമാണ് റെസ്പോൺസിബിൾ. അതിന് പറഞ്ഞിട്ടുള്ള ദേവതയെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഒരാൾ 2 പരിഹാരം ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വേണ്ടി വരും. അതപ്പോൾ നമ്മൾ അതിൻ്റെ പീരീഡ് നോക്കിയിട്ടാണ് അത് ചെയ്യുക. അപ്പം വളരെ മോശമായിട്ടുള്ള സമയമാണെങ്കിൽ ഇതൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കണം, നന്നായിട്ട് ഇതിൽ പ്രസൻറ്റ് ചെയ്യും വേണം, നേരിട്ട് ഹാജരാവണം, എങ്കിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉള്ളൂ. അതായത് കുട്ടിയുടെ ദോഷത്തിന് അമ്മ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വേണം, അത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് അതിൻ്റെ പരിഹാരം. അങ്ങനെയാണ്. പിന്നെ പരിഹാരത്തിൽ വേറെയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രനെ കൊണ്ട് മാതൃകാരകനാണ്. ചിലപ്പോൾ മാതാവിനെ ശല്യപ്പെടുത്തുക, മാതാവിനെ വിഷമിപ്പിക്കുകയൊക്കെ ആകുമ്പോൾ മാതൃശാപം ഉണ്ടാവുക എന്നുള്ളത് സാധാരണ അധികം പിൽക്കാലത്ത് പ്രശ്നത്തിലാണ് അതൊക്കെ നോക്കി എടുക്കുക. അങ്ങനെ വരുമ്പോൾ അമ്മയെ സന്തോഷിപ്പിക്കണം. അമ്മയെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിഹാരമാണ്. അമ്മയായാലും അച്ഛനായാലും അവരെയൊക്കെ സന്തോഷിപ്പിക്കുക. അവരോട് മോശമായിട്ട് പെരുമാറുന്നത് ധാരാളം കാണാറില്ലേ? അതൊരിക്കലും വരാതിരിക്കുക. അപ്പോൾ ആ ചന്ദ്രൻ്റെ ബലം കുറവാണെങ്കിൽ മാതൃദോഷം അതിന് പറയും നമ്മൾ സാധാരണ. അപ്പോൾ അമ്മയും കൂടി സന്തോഷിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഈ നക്ഷത്ര പരിഹാരവും ദശാപരിഹാരവും ചെയ്യുന്നു, ഒരു വ്യക്തി സുഖമായിട്ട് പോകുന്നു. ആ സമയത്താണ് നമ്മുടെ സൂര്യൻ്റെ ട്രാൻസിറ്റ് വരികയാണെങ്കിൽ, സൂര്യചാരവശം വരികയാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ട ആവശ്യം അല്ല. സൂര്യനെ കൊണ്ട് സൂര്യൻ രാശി മാറുന്നു എന്നുള്ളതുകൊണ്ട് അത്ര ഗൗരവമായിട്ട് അത് പറയാറില്ല. അപ്പോൾ ജൂപ്പിറ്റർ ആണെങ്കിലോ പിന്നെ കുറേ അധികം ഈ പേപ്പറുകാരും ഇവരൊക്കെ ഉണ്ടാക്കുന്ന കാരണം എന്താ വിചാരിച്ചാൽ ഒരു ജാതകത്തിൽ ആ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹത്തിൻ്റെ പൊസിഷനാണ് മെയിൻ. ബാക്കി ഉള്ളതിന് ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ഈ ചാരവശാലുള്ള ഫലത്തിന് ഒരു 25% ഫലമേ ഉള്ളൂ. ഇത് പേപ്പറുകാരെല്ലാവരും കൂടി കേട്ട് ഇങ്ങനെ വ്യാഴം രാശി മാറുകയാണ്, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ എന്നീന്ന നക്ഷത്രക്കാർക്കായ മുഴുവൻ കമേഴ്സ്യലാണ്. ശരിക്കും അങ്ങനെയല്ല. അങ്ങനെ
സൂര്യൻ മാറുന്നുണ്ട്, ചന്ദ്രൻ മാറുന്നുണ്ട്, എല്ലാവരും മാറുന്നുണ്ട്. വ്യാഴവും ശനിയും മാത്രം അവർ ഏറ്റവും മെല്ലെ പോകുന്നവരാണ്. അതെ, അതിൽ വേഴം, സൂര്യൻ, ശനി ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതെ, അത് പക്ഷേ ഇതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ അതിൽ ഒരു അർത്ഥമില്ല എന്നാണ് പറയേണ്ടത്. കാരണം ഈ ട്രാൻസിറ്റിലുള്ള വിഷയം 10 to 25% പരമാവധി. ഓക്കെ. പിന്നെ ശനിയെപ്പോലെയുള്ള മരണകാരകത്വമുള്ള ഗ്രഹം ട്രാൻസിറ്റിൽ അഷ്ടമത്തിൽ വരുമ്പോൾ അപകടകരമാണ്. പക്ഷേ ഇയാളുടെ ആയുസ് എത്തിയാലേ അത് വരുള്ളൂ, അല്ലെങ്കിൽ മരണ തുല്യമായിട്ടുള്ള ദുരിതം വരികയുള്ളൂ. ആയുസ് എത്തിയിട്ടില്ലേ മരിക്കില്ല, അല്ലെ മരിക്കുന്നുള്ള ഉറപ്പാണ്. ട്രാൻസിറ്റിൽ ശനി വരിക അഷ്ടമത്തിൽ, അല്ലെങ്കിൽ അഷ്ടമാധിപൻ്റെ ദശയോ അപഹാരമോ, അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്ന സ്ഥാനങ്ങളുടെ 6, 8, 12 സ്ഥാനങ്ങളുള്ള ഗ്രഹത്തിൻ്റെയോ പിന്നെ ഭാവാധിപൻ്റെയോ അപഹാരം കൂടി കോയിൻസൈഡ് ചെയ്താൽ ആ ഭാവം നശിക്കും. അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസ്. അതെ അതെ, അത് എനിക്ക് തന്നെ വല്ലാത്ത അനുഭവമുണ്ട്. പിന്നെ ഞാനത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് കൃത്യമായത് അത്. പക്ഷേ ഞാൻ ആ വ്യക്തി എന്നോട് പറഞ്ഞില്ല ആരുടെയാണെന്ന്, പക്ഷേ ആ മരണം പറഞ്ഞ പ്രകാരം ഉണ്ടായി. ഓ, സാറ് ജാതകം നോക്കിയിട്ട് അതായത് ഒരാൾ എൻ്റെ അടുത്ത് വരികയാണ്, വന്നിട്ട് പറയാണ് ഈ വ്യക്തിയുടെ ആയുർഭാവം എങ്ങനെയാണെന്ന് പറയാമോ എന്ന്. നമ്മളെൻ്റെ ഒരു ഫ്രണ്ടാണ്, സ്ഥിരമായിട്ട് പിന്നെ എൻ്റെ അടുത്ത് വരുന്നതൊക്കെയാണ്. പക്ഷേ ഞാനത് ആരുടെയാന്ന് ചോദിച്ചില്ല. സാധാരണ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വിടുവായ്ത്തരം പറഞ്ഞ പോലെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ പറഞ്ഞു 2005 ജനുവരി ഈ വ്യക്തി കാണില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ അയാൾ പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വൈഫാണ് മരിച്ചത്. കുട്ടികളൊന്നുമില്ല, ഇപ്പോൾ വല്ലാതെ പിന്നെ ബെഡ്രിഡനായിട്ടുള്ളൊരു സ്ത്രീയാണ്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. അന്ന് കർക്കിടകത്തിൽ പിന്നെ ട്രാൻസിറ്റ് ചെയ്യാണ് ശനി. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ശനിയുടെ അപഹാരം കൂടി കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ ആ ഭാവനാശം പറയണം. അത് കാലപുരുഷൻ്റെ ഏത് അവയവമാണോ ആ അവയവത്തിന് രോഗം. ഇപ്പോൾ ഹാർട്ട്, കർക്കിടകം ഹാർട്ടാണ് കാലപുരുഷൻ്റെ ഹാർട്ടായതുകൊണ്ട് ഹാർട്ടിന് ദോഷം വരിക എന്നുള്ളതാണ് ഫലം. ഞാൻ പറഞ്ഞു മിക്കവാറും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ആ മരണം ഉണ്ടായി. എന്നിട്ട് പക്ഷേ അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞില്ല, പിന്നീട് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ അത് ഞാൻ വേറെ തരത്തിൽ അറിഞ്ഞു. അന്നേരമാണ് എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം അത് നമ്മൾ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവചനമായിപ്പോയി അത്, അല്ലേ? അതിങ്ങനെ ഇയാൾ മിക്കവാറും പോക്കാ എന്ന് പറയുന്ന മാതിരി അങ്ങ് പറഞ്ഞു പോയി. കാരണം അത് സ്വന്തമായിട്ട് ആരുടെയല്ല, അത് കുറച്ച് പ്രായമായിട്ടുള്ള ആളുടെയാണ്. അതുകൊണ്ട് പിന്നെ ബെഡ്രിഡനാണ്, അതുകൊണ്ട് അധികം നിൽക്കില്ല എന്നുള്ള നിലക്കങ്ങൾ അങ്ങനെ പറഞ്ഞു പോയതാണത്. പിന്നെ അത് വലിയൊരു അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ട്രാൻസിറ്റിലുള്ള ഗ്രഹങ്ങൾ ഈ മരണത്തിന് പ്രതിവിധിയില്ല. മരണത്തിന് അപ്പം നമ്മൾ മൃത്യുഞ്ജയ ഹോമം സജസ്റ്റ് ചെയ്യും. മൃത്യുഞ്ജയ ഹോമം സജസ്റ്റ് ചെയ്താൽ മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ സുഖമരണമെങ്കിലും കൊടുക്കുക. ശരി. അല്ലെങ്കിൽ സമയമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നെ ഇത് വരും. ശരി സാറേ, സന്തോഷം. കാരണം ഇങ്ങനൊരു ടോപ്പിക്കിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇന്ന നക്ഷത്രം ജനിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിനെന്ത് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന ദശാകാലമാണെങ്കിൽ ദശയുടെ അപഹാരമാണെങ്കിൽ എന്ത് പരിഹാരം ചെയ്യുക? സാർ അതിന് വളരെ ക്ലിയർ ആയിട്ട് വിശദീകരണം നൽകി. സന്തോഷം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകൾ അടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക.